പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കോൺഗ്രസ് നേതാക്കളെ കണ്ടു. അന്തരിച്ച കെ.പി.സി.സി സെക്രട്ടറി പി.ജെ. പൗലോസിന്റെ വീട്ടിൽ വെച്ചാണ് രാഹുൽ നേതാക്കളെ കണ്ടത്. രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, വി.കെ. ശ്രീകണ്ഠൻ, ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ എന്നിവരാണ് പൗലോസിന്റെ വീട്ടിലുണ്ടായിരുന്നത്. കെ.എസ്.യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിക്കുന്നത്. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കേണ്ടതില്ലെന്നും രാഹുലിന് വേണ്ട സംവിധാനം രാഹുലിനുണ്ടെന്നും ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അത് എം എൽ എ അല്ലേ, ആളെങ്ങനെ ഉപദ്രവിക്കുക? ഞാൻ പറയും എം എൽ എമാരെ ഒരു പാർട്ടിന്ന് വെളിയെ പുറത്താക്കിയെന്ന് വെച്ചു. അതുകൊണ്ട് എം എൽ എക്ക് സഞ്ചാര അതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ നിയമം എടുത്ത് വരുന്നു, ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. അവിടെ ആരും തടക്കില്ല എന്ന് തന്നെ എല്ലാവരും പറയുന്നു. തടക്കേണ്ട കാര്യമില്ലല്ലോ. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, 38 ദിവസങ്ങൾക്ക് ശേഷമാണ് മണ്ഡലത്തിലെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എം.എൽ.എ. എന്ന നിലയിലുള്ള പരിചയം പുതുക്കൽ മാത്രമേ കോൺഗ്രസ് നേതാക്കൾ നടത്തിയുള്ളൂ, അതോ അതിനും അപ്പുറമുള്ള അടുപ്പം രാഹുലിനോട് അവർ പങ്കുവച്ചോ? ദിവ്യ, 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്നത്. അദ്ദേഹം ഈ പാലക്കാട് ആദ്യം പോയത് ഈ സേവ്യർ എന്ന മണ്ഡലം പ്രസിഡന്റിന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു, അങ്ങോട്ടാണ് പോയത്. ഈ പിന്നീട് നേരെ പി.ജെ. പൗലോസ് എന്ന കെ.പി.സി.സി സെക്രട്ടറി ഇന്ന് മരിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാനായി ആദ്യം ആശുപത്രിയിലേക്ക് പോയി, പിന്നീട് ഈ മൃതദേഹത്തിനൊപ്പം അനുഗമിച്ച് വീട്ടിലേക്ക് എത്തി. അവിടെ വെച്ചാണ് ഈ നേതാക്കളെ കണ്ടത്. ഈ ബെന്നി ബെഹനാൻ, മുൻ UDF കൺവീനർ കൂടിയായ ബെന്നി ബെഹനാൻ MP അവിടെ ഉണ്ടായിരുന്നു, വി.കെ. ശ്രീകണ്ഠൻ MP ഉണ്ടായിരുന്നു, ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ ഉണ്ടായിരുന്നു, ജില്ലയുടെ ചാർജുള്ള ഈ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി മുത്തലിബ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ രാഹുൽ കയറുന്ന സമയത്ത് തന്നെയാണ് രമേശ് ചെന്നിത്തല ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. അദ്ദേഹത്തെ ഈ അധിക സമയം സംസാരിച്ചു നിന്നില്ല. അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും പ്രധാന നേതാക്കളെല്ലാം തന്നെ രാഹുലിന് ഒപ്പമുണ്ട്. നിഖിൽ കണ്ണാടി എന്ന യൂത്ത് കെ.എസ്.യുവിന്റെ ജില്ലാ പ്രസിഡന്റാണ് വാഹനം ഓടിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് കൂടെയുണ്ട്. കെ.പി.സി.സി സെക്രട്ടറി ഇപ്പോഴുണ്ട്. ഇപ്പോൾ മുണ്ടൂരിന് അടുത്തുള്ള വടക്കുംപുറം എന്ന സ്ഥലത്ത് രാഹുൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ.പി.സി.സി സെക്രട്ടറി എ. ചന്ദ്രനും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ രാഹുൽ ഒപ്പമുണ്ട്. ഇതിൽ ഡി.സി.സി പ്രസിഡന്റ് പറയുന്നത് രാഹുലിനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, പാർട്ടി അച്ചടക്ക നടപടിയെടുത്തെങ്കിലും ഈ അദ്ദേഹത്തോട് മിണ്ടാൻ പാടില്ല എന്നൊന്നും ആരും പറയുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സാധ്യത വരും ദിവസങ്ങളിലും കാര്യമായി മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയല്ലേ രാഹുൽ ഒരുങ്ങുന്നത്? തീർച്ചയായും അത്തരം ഒരു ഉദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്തായാലും രാഹുൽ ഇന്ന് ഓഫീസിലേക്ക് പോകും. അല്പസമയം മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഈ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. യെസ്, ഇന്നിപ്പോൾ രാഹുൽ എത്തിയ ഇടങ്ങളിലേക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ സാജിദ്? ഈ രാഹുൽ എത്തിയിടത്തേക്ക് പ്രതിഷേധ പ്രകടനങ്ങളില്ല. ഇതിന് കാരണം അദ്ദേഹം സ്വകാര്യ പരിപാടിക്ക് മരണവീടുകളിലും മറ്റുമാണ് സന്ദർശിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇനി MLA ഓഫീസിലേക്കാണ് പോകാനുള്ളൊരു സാധ്യത. അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതികരണം തേടുന്നുണ്ട്. അദ്ദേഹം ഒന്നും സംസാരിക്കില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ BJP അതോടൊപ്പം തന്നെ BJPയുടെ മഹിളാ മോർച്ചയും ചൂലുമായി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പെൺകുട്ടികളും ഗർഭിണികളൊന്നും പുറത്തിറങ്ങരുത് എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് DYFI ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും രാഹുൽ ഇറങ്ങുകയാണ്. നമുക്ക് ഒരു പ്രതികരണം ലഭ്യമാകുമെന്ന് നോക്കുക.